അയച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവാണ്. അത് നമുക്ക് വളരുന്നതിന്, വലിയവരാകുന്നതിന് ആവശ്യമാണ്. പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടുക. പുസ്തകത്തിൽ നിന്ന് കിട്ടാത്തത് ഒരുപാട്, മറ്റു മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങളുടെ ഏറ്റവും നല്ല ടീച്ചർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങള് തമ്പുരാനിൽ നിന്ന് SMS ആയിട്ട് വരും. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പിശാചിൽ നിന്നും SMS വരും. പിശാചിൽ നിന്ന് വരുന്ന SMS നെഗറ്റീവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. നമുക്ക് മനസ്സിലാവും ഈ ചിന്ത വരുന്നത് അത് നെഗറ്റീവാണോ, ആ ചിന്ത നെഗറ്റീവാണോ, അത് പിശാചിൽ നിന്നുള്ളതാണ്. ചിന്ത നെഗറ്റീവാണോ, അത് പിശാചിൽ നിന്നുള്ള ചിന്തയാണ്. പിശാച് SMS അയക്കുന്നുണ്ടാവോ? തീർച്ചയായിട്ടും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവോ, ഉറപ്പായിട്ട്. അപ്പോൾ അതിനെ തടയാൻ എന്താ മാർഗം? അതിനെ തടയാനുള്ള മാർഗം, നമ്മള് അത് കണ്ടു കഴിഞ്ഞാൽ ആ പിശാചിന്റെ SMS ആണെന്ന് കണ്ടാൽ ഉടനെ തിരിച്ചറിയുക, ആ മെസ്സേജ് ഇറേസ് ചെയ്ത് കളയുക. അത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതാ. ഒരു SMS നമ്മുടെ ഇതിലേക്ക് വന്നാൽ അത് അവിടെ കിടക്കും. നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ കിടക്കും. പിന്നെ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ നമ്മൾ മെസ്സേജുകൾ തപ്പുമ്പോ അത് കാണും. അതുകൊണ്ട് നമ്മൾ അത് അപ്പോൾ തന്നെ ഇറേസ് ചെയ്ത് കളയുക. അതോടുകൂടി അതിന്റെ ശല്യം പോയി കിട്ടും. അങ്ങനെ കുറെ ദിവസങ്ങള് നമ്മൾ ഇത് ചെയ്യണം. എന്നും ചെയ്യണം. സാത്താൻ തോറ്റ് പിൻവാങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 2 ദിവസം ശ്രമിച്ചു, 3 ദിവസം ശ്രമിച്ചു. ഇത്രയും സ്ഥിരോത്സാഹിയായ ഒരു വ്യക്തി മനുഷ്യരിലുണ്ടാവില്ല. മനുഷ്യരെക്കാളൊക്കെ സ്ഥിരോത്സാഹിയാണ് പിശാച്. അവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എത്ര പ്രാവശ്യം തോറ്റാലും അവൻ പിന്നെയും. റോബർട്ട് ബ്രൂസ് 7 പ്രാവശ്യം തോറ്റിട്ടും 7ാമത്തെ പ്രാവശ്യം മറ്റും ജയിച്ചു. ഇവൻ അങ്ങനെയല്ല, 70 പ്രാവശ്യം പരിശ്രമിക്കും. അതുകൊണ്ട് അതിനെതിരായിട്ട് ഗാർഡഡ് ആവുക. ഏറ്റവും ആദ്യം വേണ്ടത് ആ തിരിച്ചറിവാണ്. എന്താണ് ആ തിരിച്ചറിവ്? ആ തിരിച്ചറിവ് ഇങ്ങനെ പിശാച് മെസ്സേജ് അയക്കും നമ്മുടെ മനസ്സിലേക്ക് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സംശയത്തോടു കൂടി വീക്ഷിക്കും, ഇത് പിശാചിൽ നിന്നാണോ? അപ്പൊ മനസ്സിലാകും ഇത് നെഗറ്റീവാണ്, ഇത് എന്നെ ദ്രോഹിക്കുന്നതാണ്, ഇത് ഞാൻ ഉടനെ തന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞു. ഈ 2 മെസ്സേജുകളെ പറ്റി ബോധവാന്മാരായിരിക്കുക. കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് ഒന്നിനെ തുടച്ചു മാറ്റുകയും മറ്റേത് ധാരാളമായി സ്വീകരിക്കുകയും ചെയ്യുക. ഇനി ലൗകികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിന്? 3-4 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഒന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. യോഗ പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ നല്ല ഒരു പ്രോസസ്സാണ്. കുട്ടികൾ എല്ലാവരും ചെയ്യേണ്ടതാണ് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട്. അതിലൊരു ഭാഗമുണ്ട്, അത് ഒറ്റക്കാലുമ നിൽക്കുന്നതാണ്. ഒരു കാലുമേൽ മറ്റേ കാല്, വലത് കാലിന്റെ പാദം ഇടത് കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുകളിലേക്ക് കൈകൾ ഉയർത്തി ഒറ്റ കാലിന്മേൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അതിനൊരു പേരുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു യോഗ ആണ് ഇങ്ങനെ ഒറ്റ കാലുമ്പോ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റേ കാലുമ്പളും നിൽക്കുക. 2 കാല് മാറി മാറി അല്പം നേരം നിൽക്കാൻ 2 മിനിറ്റ് നിന്നാൽ മതി. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും. കോൺസെൻട്രേഷൻ കോഷ്യന്റ് കൂട്ടുക. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് ചെസ് കളിക്കുക. ചെസ് കളിക്കുള്ള ഒരു തകരാറ് ഞാൻ പറയാം. ചെസ് കളിക്ക് ഒരുപാട് സമയം എടുക്കുന്നതാണ്. നിങ്ങൾ ചെസ് അല്പം കുറച്ച് മൂവ്മെന്റുകൾ ചെയ്തു, 5 മിനിറ്റോ 10 മിനിറ്റോ അതിനു വേണ്ടി ചെലവഴിച്ചു. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ല കൂടി കിട്ടും. നിങ്ങൾ 4-5 മൂവ്മെന്റുകൾ അപ്പുറത്ത് കാണുകയാണ് ചെസ് കളി. മൂന്നാമത്തേത് മെഡിറ്റേഷൻ.
വിഷയത്തെ മാത്രം ധ്യാനിക്കുക, അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ മാത്രം ചുമരില് ഒരു ഡോട്ടിട്ട് അതിന്മേൽ മാത്രം നോക്കി നിൽക്കുക. എത്ര നേരം കണ്ണുമയ്ക്കാതെ നോക്കാൻ പറ്റും? അതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനായിട്ട് കഴിയും. അതുപോലെ മെഡിറ്റേഷൻ. അപ്പൊ 4 എണ്ണമായി. വാച്ചിങ് എ പർട്ടിക്കുലർ സ്പോട്ട് ഓർ ഓബ്ജക്ട് ഫോർ കണ്ടിന്യൂസ്ലി, കൂടുതൽ നേരം നോക്കുക. പിന്നെ മെഡിറ്റേഷന് ഒരു മോഡുണ്ട്, ഇരിപ്പിന് ഉണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കാം, പത്മാസനത്തിലിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസേരയിലിരുന്ന്. ഞങ്ങള് ക്ലാസ്സില് കുട്ടികളെല്ലാവരും കസേരയിൽ അല്ലെങ്കിൽ ബെഞ്ചിന്മേൽ ഇരുന്നിട്ടാണ് മെഡിറ്റേഷൻ നടത്തുന്നത്. ഒരു കാലത്ത് എന്നും ചെയ്തിരുന്നു. പിന്നെ കുട്ടികളോട് അത്രയും സമയം ക്ലാസ്സിൽ നഷ്ടപ്പെടാതിരിക്കാൻ വീട്ടിൽ ചെയ്യാൻ പറയാണ്. നമ്മൾ ഇരുന്നു, രണ്ട് കൈകളും വേണമെങ്കിൽ നമ്മുടെ മുട്ടിന്മേൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ചിൻമുദ്ര എന്ന് പറയും. ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. ആ ചിൻമുദ്രയിൽ ഇങ്ങനെ വെക്കാം. ദെൻ നേരെ നോക്കുക, നേരെ നോക്കി അതിനുശേഷം കണ്ണടയ്ക്കുക. ആ പൊസിഷനില് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് അത്രയും ധാരാളം മതി. ഇരിക്കാനായിട്ട് കഴിഞ്ഞാൽ നല്ല മെഡിറ്റേഷനായി. ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ദ ലോർഡ് ഹൂം യു ലൈക്ക്, ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഹൃദയമിടിപ്പൊക്കെ കേൾക്കാൻ പറ്റും. ഞങ്ങള് ഫാനുകളെല്ലാം ഓഫ് ചെയ്യും. ക്ലാസ്സിലെ ഫാനുകളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ഞങ്ങൾ ട്യൂഷൻ സെന്ററിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ അടുത്തിരിക്കുന്നവന്റെ ശ്വാസം അത് വലിക്കുന്നതും വിടുന്നതും അതുപോലെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അത്രയും ശാന്തതയിലേക്ക് നമ്മൾ വരും മെഡിറ്റേഷൻ. 5-മതായിട്ട് റൂബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതിന്റെ സൈഡുകളെല്ലാം ഓരോ കളറിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അത് വളരെ നല്ല ഒരു ഏകാഗ്രത, കോൺസെൻട്രേഷൻ തരുന്ന ഒരു മാർഗമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഉപകാരം ഇല്ലാണ്ടാവും. കാരണം നിങ്ങൾ കുറച്ച് നാള് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബൈ ഹാർട്ട് മെത്തേഡ് കിട്ടും. അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കിട്ടും. അപ്പോൾ പിന്നെ ആ റൂബിക്സ് ക്യൂബ് ഉപകാരമില്ല. തുടങ്ങാൻ റൂബിക്സ് ക്യൂബ് നല്ലതാണ്. ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞതിന്റെ കാരണം അതാണ്. കുറച്ചു കാലം അത് പ്രാക്ടീസ് ചെയ്ത് ശരിയായി കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് പ്രത്യേകമായ മെച്ചം ഉണ്ടാവില്ല. കാരണം യു ഹാവ് എ ബൈ ഹാർട്ട് മെത്തേഡ്. നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി, അതിന് എന്തെങ്കിലും കോൺസെൻട്രേഷൻ ഉണ്ടാവോ? ഇല്ലല്ലോ. അത് ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടൊക്കെ പോകുന്നുണ്ടാവും. എന്താ കാരണം? നമുക്കത് മനസ്സിലായി. എന്നാൽ പുതിയ ഒരു വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴോ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടിയാണ് പോവുക. ഇതുപോലെ ഈ 5 മെത്തേഡുകൾ, 6 മെത്തേഡുകളിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കോഷ്യന്റ്, ഏകാഗ്രത കിട്ടാനുള്ള ആ മെത്തേഡ് അത് വർദ്ധിപ്പിക്കുക. ഒരു നല്ല സ്റ്റുഡന്റ് ആകുന്നതിന് വളരെ അത്യാവശ്യമുള്ള, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അത്. നമുക്ക് അടുത്ത എപ്പിസോഡില് ഇതിനെ തുടർന്ന് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാം. Practice English. English Club, a platform to speak better English. English Club, tomorrow at 8 p.m. ഉള്ളിൽ ഉണ്ണിപിറക്കുന്ന പുണ്യമാസത്തിന്റെ സുഹൃതവുമായി ഷാലോം ടൈംസ് ഡിസംബർ ലക്കം. സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് കൈകൾ കോർത്തു നടന്നു നീങ്ങാൻ ഒരാഹ്വാനം. ബെന്നി പുന്നത്തറയുടെ എഡിറ്റോറിയൽ സ്നേഹം ജനിച്ച ദിവസം. ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ഉണ്ടായിട്ടുണ്ടോ? ജോർജ് ഗ്ലോറിയയുടെ എന്നാണ് നിങ്ങളുടെ ക്രിസ്മസ്? മാറുന്ന കുടുംബങ്ങളുടെയും
മാറ്റപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഫാദർ സണ്ണി കുറ്റിക്കാട്ട് CMI എഴുതുന്നു, കുടുംബങ്ങളുടെ ആധാരശില. അനുനിമിഷം കഴുകി വിശുദ്ധീകരിക്കേണ്ട ആത്മാവിന്റെ അവസ്ഥകളെ കുറിച്ച് സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ഹിസോപ്പ് കൊണ്ട് തന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവ് സ്നേഹിതനായി കടന്നു വരുമ്പോൾ ജീവിതം എപ്രകാരമായി തീരും? KJ മാത്യുവിന്റെ വഴി തുറക്കുന്ന പരിശുദ്ധാത്മാവ്. നിധി പോൽ മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തുന്ന വിധം. ബ്രദർ ഫ്രാങ്ക്ലിൻ പണൂർ CMIയുടെ അലിവിന്റെ കതിരുകൾ. അതെ, ഇനിമേൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെയല്ല. പുതുക്കി പണിയുന്ന ജീവിത ദർശനം, നവീകരിക്കപ്പെടുന്ന ആത്മീയ തലം. ഷാലോം ടൈംസ്. ഒറ്റപ്രതി 15 രൂപ. വാർഷിക വരിസംഖ്യ 175 രൂപ. വിദേശത്തേക്ക് 1500 രൂപ. വിവരങ്ങൾക്ക് സർക്കുലേഷൻ മാനേജർ, ഷാലോം ടൈംസ്.